എസ് സുനിൽകുമാർ കൂടി ചേരുകയാണ്. ഈ വെളിച്ചം അസ്തമയം സംഭവിക്കുകയാണ്, ഇരുട്ടായിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് രക്ഷാപ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ലൈറ്റ് സംവിധാനങ്ങൾ എത്തിക്കുമെന്ന് പറഞ്ഞു. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ തൊട്ട് മുമ്പാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥന്മാർക്കും പോലീസിനും ഈ സംഭവ സ്ഥലത്തേക്ക് കടക്കാനുള്ള അവസരം വന്നത്. അതുവരെ കത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതിനുള്ള സന്നാഹങ്ങൾ ഫയർഫോഴ്സ് ഒരുക്കിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ പകൽ വെളിച്ചത്തിൽ കാണാവുന്ന രീതിയിലുള്ള കാര്യങ്ങൾ മാക്സിമം അവർ ചെയ്യും എന്ന് നമ്മൾ പ്രതീക്ഷിക്കണം. അല്ലാത്ത സാഹചര്യത്തിൽ അവർ ലൈറ്റും സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള സംവിധാനങ്ങളൊക്കെ സന്നാഹങ്ങളെല്ലാം ഫയർഫോഴ്സിനുണ്ട്. ഇപ്പോൾ 12 പേര് മരണപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇനി എത്ര ആളുകൾ മരിക്കുന്നു നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഗുരുതരാവസ്ഥയിലിരിക്കുന്ന നിരവധി ആളുകൾ ഈ അപകടത്തിൽപ്പെട്ടവരിൽ തന്നെ ഉണ്ട്. ഇനി ഇവിടെ 60-40 പേരുടെ ഊണിനുള്ള പൊതിച്ചോറ് കൊണ്ടുപോയി എന്ന് പറയുന്നു. അപ്പോൾ 40 പേര് എന്തായാലും ആശുപത്രിയിൽ എത്തിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഇതിനകത്ത് ആളുകൾ ആരെങ്കിലും ഉണ്ടോ എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയില്ല. പിന്നെ വന്നിരിക്കുന്ന ഡെഡ് ബോഡികൾ എന്ന നിലയിൽ കിട്ടിയിരിക്കുന്ന പല അവശിഷ്ടങ്ങളാണ്. അപ്പോൾ ഒരാളുടെ ശരീരം ഇതിൽ മനസ്സിലാക്കുന്ന കാര്യം തൃശ്ശൂർ പൂരത്തിൻ്റെ സാമ്പിൾ വെടിക്കെട്ടിനും അതുപോലെ തന്നെ മെയിൻ വെടിക്കെട്ടിനും അതിന് പുറമെ പാവറട്ടിപ്പള്ളി പെരുന്നാളിൻ്റെ വെടിക്കെട്ടിനുള്ള സന്നാഹങ്ങളും വെടിക്കോപ്പുകളും ഇവിടെ ഉണ്ടെന്നാണ്. ഇത് മൂന്നും കൂടി ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത അത്രയും അധികം കരിമരുന്നും മറ്റ് സ്ഫോടക വസ്തുക്കളും ഇവിടെ ഉണ്ടായിരുന്നു. അത് മുഴുവൻ പൊട്ടിത്തെറിച്ചാൽ ഒരു മനുഷ്യ ശരീരം എത്ര കഷ്ണങ്ങളായി ചിന്ന ഭിന്നാവും എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഈ കിട്ടിയിരിക്കുന്ന ബോഡികൾ 12 പേര് മരണപ്പെട്ടു എന്നുള്ള സ്ഥിരീകരണം ഉണ്ടെങ്കിലും അതിനേക്കാൾ അധികം ആളുകൾ മരിച്ചിട്ടുണ്ടോ എന്ന കാര്യം സംശയിക്കേണ്ടതാണ് ന്യായമായിട്ടും. നമ്മൾ ഭയപ്പെടുന്ന അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് മരണം എത്രയാണെന്നുള്ളത് നമുക്ക് ഇപ്പോഴും പൂർണ്ണമായിട്ട് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥന്മാരൊക്കെ ഇതിന് ചുറ്റും ഈ പറയുന്ന അതിന് ചുറ്റുള്ള സ്ഥലത്തും അവശിഷ്ടങ്ങളുണ്ടോ എന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇവിടെ നിങ്ങൾ മാധ്യമപ്രവർത്തകരടക്കം 11 മണിക്ക് വരുമ്പോഴും ഇവിടെ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല. അതിൻ്റെ അർത്ഥം ഏറ്റവും സുരക്ഷിതമായിട്ട് വെടിക്കോപ്പുകൾ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സ്ഥലമാണിത്. ബാഹ്യമായ രീതിയിലുള്ള ആർക്കും കടന്നു വരാൻ പറ്റുന്ന സ്ഥലമല്ല. മാത്രമല്ല ഇവിടെ സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം കൃത്യമായ ഷെഡുകൾ അകലങ്ങൾ പാലിച്ചുകൊണ്ട് ഷെഡുകൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും വിസ്തൃതമായ സ്ഥലം അവർ കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം പാലിച്ചിട്ടും ഇങ്ങനൊരു അപകടം എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളത് ദുരൂഹമായിട്ടുള്ള കാര്യമാണ്. അത് സംബന്ധിച്ച് സമഗ്രമായൊരു അന്വേഷണം ആവശ്യമാണ്. മുൻപ് ഇവിടെ ദീർഘനാളുകളായി ഇവിടെ വെടിക്കെട്ട് സാമഗ്രികളുടെ നിർമ്മാണം നടക്കുന്ന സ്ഥലം. മുൻപൊന്നും ഇല്ലാത്ത തരത്തിൽ ആ ഒരു അപകടം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നതിന് പിന്നിൽ കാരണങ്ങൾ സംശയിക്കേണ്ടത്. അതികഠിനമായ ചൂടുണ്ട്, ഇനി ഇലക്ട്രോണിക് സ്പാർക്കിംഗ് എന്തെങ്കിലും ഉണ്ടാകാനൊരു സാധ്യതയുണ്ട്. ഈ തൊഴിലാളികൾക്ക് ഒരു തരത്തിലുള്ള സുരക്ഷാ വീഴ്ച സംഭവിക്കുമെന്ന് കരുതാനാവില്ലല്ലോ. അല്ല, അങ്ങനെ പറയാൻ കഴിയും. കാരണം അവരുടെ തന്നെ ജീവൻ അപകടപ്പെടുത്തും വിധത്തിൽ ഈ വെടിക്കോപ്പ് നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു തൊഴിലാളിയും അവൻ്റെ ജീവനത്തിന് അപകടം ആകുന്ന രീതിയിൽ അവർ പെരുമാറാറില്ല. അവർക്ക് ചില ഈ കാര്യത്തിലൊക്കെ സത്യങ്ങളുള്ള ആൾക്കാരാണ്. ഈ വെടിക്കോപ്പ് നിർമ്മിക്കുന്ന തൊഴിലാളികളൊക്കെ ചില സത്യങ്ങളിലും ഇതൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് അവരൊന്നും അങ്ങനെ അവരുടെ ജീവന അപകടത്തിലാകുന്ന തരത്തിലുള്ള ഒന്നും ചെയ്യുന്ന ആൾക്കാരല്ല. അതല്ലാത്ത രീതിയിൽ എന്തെങ്കിലും സംഭവിച്ചതാണോ? കഠിനമായ ചൂട് കൊണ്ട് ചിലപ്പോൾ ഈ ഇത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ സ്പാർക്ക് ചെയ്യാനൊക്കെ സാധ്യത ഉണ്ടാവാം. അപ്പോൾ അതൊക്കെ അന്വേഷിക്കണം. കാരണം ബാക്കി ഇതിൻ്റെ ദുരൂഹത സംബന്ധിച്ച് നമുക്ക് ഇപ്പോൾ ഒന്നും പറയാൻ കഴിയില്ല. മറ്റേതെങ്കിലും രീതിയിൽ എന്തെങ്കിലും ഉണ്ടായിട്ടുള്ളതാണോ എന്നൊന്നും നമുക്ക് പറയാൻ കഴിയുന്ന കാര്യങ്ങളല്ല. ഇതെല്ലാം അറിയണമെങ്കിൽ ഇതിനൊരു മജിസ്റ്റീരിയൽ അന്വേഷണം മാത്രം പോരാ, സമഗ്രമായ ശാസ്ത്രീയ അന്വേഷണം ഇത് സംബന്ധിച്ച് ഉണ്ടായാൽ മതിയാവും. അത് തന്നെയാണ് ഒരു കൃത്യമായ ഒരു അന്വേഷണം